അപ്പോൾ ഗൈസ് IAS ഉള്ള ആൾക്കാർക്ക് നമുക്ക് എങ്ങനെ CapCut ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം കൺട്രി റിലീജിയൻ എല്ലാം മാറ്റണം. അപ്പോൾ എങ്ങനെ നോക്കാം. ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേരുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഓപ്പണായി വരുന്ന ഇൻ്റർഫേസിൽ നമ്മൾ കൺട്രി റീജിയൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഓപ്പണായി വരുമ്പോൾ നമ്മളവിടെ ജപ്പാൻ എന്നുള്ള കൺട്രിയാണ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ജപ്പാനിലായിരിക്കും നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് എല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ജപ്പാൻ കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് എഗ്രി ബട്ടൺ വരും, അത് നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ആ നോൺ ഓപ്ഷൻ കൊടുക്കണം. അവിടെ നോൺ ഓപ്ഷൻ ഇല്ലാത്തവരെ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ വേറെ വീഡിയോ വരുന്നതാണ്. സ്ട്രീറ്റ് അഡ്രസ്സും സ്ട്രീറ്റും സിറ്റിയും എല്ലാം ടോക്കിയോ തന്നെ കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ടോക്കിയോ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ നമ്പർ ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സിപ്പ് ആഡ് ചെയ്യേണ്ടി വരും. സിപ്പ് ഈ നമ്പർ തന്നെ നിങ്ങളവിടെ പേസ്റ്റ് ചെയ്യുക. ഫോൺ നമ്പർ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് 1 2 3 തുടങ്ങി 9 വരെ അടിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡണ്ണ് കൊടുക്കുക. അപ്പോൾ അവിടെ ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും കൂടെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ നെയിം കൊടുത്തിട്ട് ഡണ്ണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലോഡായി വരും. അപ്പോൾ ഇപ്പോൾ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്നും ജപ്പാനിലേക്ക് ചേഞ്ച് ആയിരിക്കുകയാണ് കൺട്രി. അപ്പോൾ നിങ്ങൾ കൺട്രി ഇപ്പോൾ ചേഞ്ച് ആയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ CapCut പോലുള്ള ഇന്ത്യയിൽ നിരോധിതമായിട്ടുള്ള എല്ലാവിധ ആപ്സുകളും നിങ്ങൾക്ക് ഇനി iOSൽ ലഭിക്കാവുന്നതാണ്. അപ്പോൾ CapCut ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഓപ്പൺ ആണെന്ന്. അപ്പോൾ CapCut എല്ലാവർക്കും ലഭിച്ചു. ഇനി അതിൽ പ്രോ ഫീച്ചേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, പ്രോ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വിത്തൗട്ട് വാട്ടർമാർക്കായിട്ട് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നമുക്ക് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്ത് വെച്ചോളൂ.